വീട്ടിൽ ബജി ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ബജിയിൽ ഒത്തിരി എണ്ണ കുടിക്കുമെന്നതാണ്. എന്നാൽ ഇന്ന് ഒട്ടും എണ്ണ കുടിക്കാതെ ഒരു ബീട്രൂട്ട് ബജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ട് ബീട്രൂട്ട് ബജി തയ്യാറാക്കുന്ന വിധം. ആദ്യം ഒരു ബീട്രൂട്ട് എടുത്ത് അതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം നന്നായിട്ട് ചെത്തിക്കളയുക. അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സ്ലൈസർ ഉപയോഗിച്ച് അത് സ്ലൈസ് ചെയ്തെടുക്കുക. വളരെ കനം കുറച്ച് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്ത ബീട്രൂട്ടിനെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ബൗൾ കടലമാവ് എടുത്ത് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു അല്പം കായം കട്ടയാണ് പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്തില്ല, വിട്ടുപോയി. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ കലക്കിയെടുക്കുക. ദോശമാവിനേക്കാളും ഇത്തിരി കട്ടി വേണം, ആ രീതിയിൽ വേണം കലക്കിയെടുക്കാൻ. അതിനുശേഷം ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നല്ല ചൂടാവണം. അതിന് ശേഷം ഈ ബാറ്റർ മുക്കി ബീട്രൂട്ടിന് മുക്കി ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇടുക. അത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ അത് മറിച്ചിടാവൂ. 2 സൈഡും ഒരുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായിട്ട് ഫ്ലഫി ആയിട്ടിങ്ങനെ അതിങ്ങനെ പൊങ്ങി വരും. അതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ബീട്രൂട്ട് ബജിയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും അതിലുണ്ടാവില്ല, അത്രയ്ക്ക് നല്ലതാണ് ഈ ബീട്രൂട്ട് ബജി. വീണ്ടും ഈ മാവിൽ മുക്കി ബീട്രൂട്ടിന് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുക. ബീട്രൂട്ട് വളരെ കനം കുറച്ച് വേണം അരിയാനായിട്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ എണ്ണ കുടിക്കും കനം കൂടിക്കഴിഞ്ഞാൽ. അതുപോലെ തീയും നല്ല കുറച്ച് വയ്ക്കണം. അതായത് എണ്ണ നന്നായിട്ട് ചൂടാൻ ശേഷം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. മാവും നല്ല ഇത്തിരി കട്ടി വേണം, എന്നാലേ അതിൽ പിടിക്കത്തുള്ളൂ. വീണ്ടും ബാക്കിയിരിക്കുന്ന ബീട്രൂട്ടിനെ മാവിൽ മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇടുക. സാധാരണ മുളക് ബജി, വാഴക്ക ബജി, മുട്ട ബജി, കത്തിരിക്ക ബജിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഹെൽത്തി സ്നാക്സാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. ആൻറ്റി ഓക്സിഡൻറ്റുകളും അയണും ധാരാളമുള്ള ബീട്രൂട്ട് കഴിക്കാൻ മടി കാണിക്കുന്നവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇത്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഹെൽത്തിയും ക്രിസ്പിയുമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ബീട്രൂട്ട് ബജി തയ്യാറാക്കാം. ഈ ബജിയുടെ കൂടെ ടൊമാറ്റോ സോസോ നാടൻ തേങ്ങാ ചമ്മന്തിയോ കൂട്ടി കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.
ബൈ.